നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. 18 വയസ്സ് തികഞ്ഞ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പ്രായമായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ കാണിച്ച് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ എന്താണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫോളോ ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട ചിഹ്നത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വോട്ടിന്റെ ലൈറ്റ് കൈപ്പത്തിക്ക് നേരെ കത്താണ്ട് താമരയിൽ കത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് വ്യക്തമായി പറഞ്ഞിരുന്നത്. നിങ്ങൾ ഒന്നും കൂടെ ഇതേപോലെ തന്നെ കൈപ്പത്തിയിൽ പ്രസ് ചെയ്യുക. താമരയിൽ ലൈറ്റ് കത്തുന്നത് അവിടുത്തെ അധികാരികളെയും അവിടെ നിൽക്കുന്ന വോട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും വിളിച്ച് കാണിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വോട്ട് അത് താമരക്കായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി കാണിച്ചത് മാത്രമാണ്. ഇതേപോലെ നിങ്ങൾ കുത്തുന്ന ചിഹ്നത്തിന് നേരെ അല്ല ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അധികാരികളെ വിളിച്ച് അത് റിപ്പോർട്ട് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ കറങ്ങി തിരിഞ്ഞ് വരരുത്. നിങ്ങളുടെ വോട്ട് വേറെ ചിഹ്നത്തിനായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നാളെ പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സിലേക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒട്ടും മറക്കണം.